ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും ഒരു 20 ക്വസ്റ്റ്യൻസ് ഉള്ളൊരു സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. സയൻസിലെ 20 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. പിന്നെ എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ സാധാരണ ഞാൻ ഓപ്ഷൻസ് വായിക്കാറില്ല, ക്വസ്റ്റ്യൻ വായിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ആൻസർ മനസ്സിൽ പറയുകയോ ഇല്ലെങ്കിൽ എഴുതുകയോ ഓപ്ഷൻ എഴുതുകയോ ചെയ്തതിന് ശേഷം വീഡിയോ ബാക്കി കാണാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ വായിക്കും, ആൻസർ മാത്രമേ പറയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങളിൽ കൂടുതലായുള്ള വിഷവാതകം ഏതാണ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വിഷവാതകങ്ങളായിരിക്കും. അതിലേറ്റവും കൂടുതലായിട്ടുള്ള വിഷവാതകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സൾഫർ ഡൈ ഓക്സൈഡാണ്. ഓപ്ഷൻ ബി സൾഫർ ഡൈ ഓക്സൈഡാണ് ആൻസർ. ഓക്കെ, ഈ കാർബൺ മോണോക്സൈഡും ഒരു വിഷവാതകമാണ് അല്ലേ. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ ഹിമോഗ്ലോബിനുമായിട്ട് കൂടിക്കലർന്ന് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്? കാർബോക്സി ഹിമോഗ്ലോബിനാണ്. അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. കാർബോക്സി ഹിമോഗ്ലോബിൻ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞേ. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഹരിതഗൃഹവാതകങ്ങളിൽ അല്ലേ, ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ എന്താക്കുന്നുണ്ട്? പാൽ നിറമാക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ അഗ്നിശമനികളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ലാഫിംഗ് ഗ്യാസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ലാഫിംഗ് ഗ്യാസ്, അത് നൈട്രിക് ഓക്സൈഡാണോ അതോ നൈട്രസ് ഓക്സൈഡാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നൈട്രിക് ഓക്സൈഡ് അല്ല. ലാഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രസ് ഓക്സൈഡാണ്. അതൊരുവിധം ആളുകൾക്കൊക്കെ തെറ്റിപ്പോകുന്നൊരു സാധനമാണ്. നൈട്രസ് ഓക്സൈഡാണ് ലാഫിംഗ് ഗ്യാസ് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? വാട്ടർ പ്യൂരിഫയറുകളിൽ ശ്രദ്ധിക്കണം കേട്ടോ, ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ അൾട്രാവയലറ്റ് രശ്മികളാണ്. UV റേസ് ആണ് ഈ വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓസോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ഓക്സിജൻ ചേർന്നതാണ്. ഓസോണിൻ്റെ ബാക്കി പോയിൻറ്റ്സൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇൻഫ്രാറെഡ് രശ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയുന്നത്? നമ്മുടെ സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങളാണ് ഇൻഫ്രാറെഡ് റേസ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്ന് പറയുന്നത് താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. ക്ലോറിനും അൾട്രാവയലറ്റും ആയിരിക്കാം ചിലപ്പം കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ. പക്ഷേ വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ UV റേസ് ആണ് എന്ന് നമുക്ക് അറിയുന്നതാണ്. ക്ലോറിനുമായിട്ട് ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാതക മൂലകമാണ് ഈ ക്ലോറിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസവും ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഈ സീരീസ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ ഡി ടാനിക് ആസിഡാണ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ടാർട്ടാറിക് ആസിഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? യെസ്, പുളി, മുന്തിരി ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡാണ്. ഈ ടാറ് എന്ന് പറയുന്ന സാധനം നമ്മളെ പുളി ഇരിക്കുന്ന പോലെയല്ലേ ഏകദേശം കാണാൻ. മുന്തിരിയൊക്കെ കറുത്തിട്ടല്ലേ, അത് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ടാറിൻ്റെ ഒരു കളർ പോലെയാണ് ഇരിക്കുന്നത്. മാലിക് ആസിഡ്, അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നതാണ് മാലിക് ആസിഡ്. സ്റ്റെയറിക് ആസിഡോ, അതായിരിക്കും ചിലപ്പം അറിയാതിരിക്കുക, പഠിച്ചോളുക. സ്റ്റെയറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊഴുപ്പ്, എണ്ണ ഇതിലൊക്കെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ ആണോ? നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 നിങ്ങൾക്കിവിടെ കാണുള്ളൂ. നാലാമത്തത് ഇതാ, ഇപ്പോൾ കാണാമല്ലോ. നിങ്ങൾ പോസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചോളാം കേട്ടോ.
ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം ഓരോ പ്രസ്താവനകളായിട്ട്. pH മൂല്യം 7 എന്നത് നിർവീര്യ വസ്തുവിനെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാമല്ലേ, 7 നിർവീര്യമായിട്ടിരിക്കുന്നത്. ന്യൂട്രൽ, ഇവിടുന്ന് ഇങ്ങോട്ടുമാണ് ചേഞ്ച് ചെയ്യുക അല്ലേ. അപ്പോൾ ഒന്നാമത്തത് ശരി. pH മൂല്യം 7 വസ്തുവിന് ഉദാഹരണമാണ് ശുദ്ധജലം. ശരിയാണോ? അതും ശരിയാണ്. pH മൂല്യം 7 താഴെ ആസിഡ് സ്വഭാവം കാണിക്കുന്നു. അതായത് 7 താഴെ ആസിഡും 7 മുകളിൽ ആൽക്കലി എന്ന് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് മൂന്നാമത്തതും ശരിയാണ്. നാലാമത്തതോ, pH മൂല്യം 7 മുകളിൽ ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 4 ശരിയായി. 4 ശരിയാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം തോന്നി, 4 ശരിയായോ? അങ്ങനെയൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചതാണെങ്കിൽ അതിൽ യാതൊരു സംശയവും ഉണ്ടാവാതിരിക്കുക. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. നാലാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. 1, 2, 3, 4 ശരിയാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം. ആൽക്കലിയുടെ സാന്നിധ്യത്തിൽ ഫിനോഫ്തലിൻ ഏത് നിറം ആകുന്നു? ആൽക്കലിയുടെ സാന്നിധ്യത്തിൽ ഫിനോഫ്തലിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഏജൻറ്റിൻ്റെത് അറിയാം. ഫിനോഫ്തലിൻ ഉണ്ട്, മീഥൈൽ ഓറഞ്ച് ഉണ്ട്, പിന്നെ ലിറ്റ്മസ് പേപ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിനോഫ്തലിൻ ആണെങ്കിൽ പഠിച്ചു വെച്ചോളുക. ഓപ്ഷൻ ബി പിങ്ക് നിറം ആകുന്നു. അതിൻ്റെ ഒരു ബോക്സ് ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് നോക്കിയേക്കണം കേട്ടോ. ഇതാ ഈ ബോക്സ് ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. പോസ് ചെയ്തിട്ട് നോക്കാം. നീല ലിറ്റ്മസ് പേപ്പർ, ചുവപ്പ് ആസിഡിലാണെങ്കിൽ ചുവപ്പ്, ആൽക്കലിയിലാകുമ്പം നീല. ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ആസിഡിലെ നിറം ചുവപ്പും ആൽക്കലിയിലെ നിറം നീലയുമാകുന്നു. ഫിനോഫ്തലിൻ ആസിഡിൽ നിറമില്ല, ആൽക്കലിയിൽ പിങ്ക്. ഇനി വെള്ള പേപ്പർ ഓക്കെ, പഠിക്കാനൊന്നുമില്ല. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ആസിഡിലെ നിറം ഇളം പിങ്കും ചുവപ്പുമാണ്, ആൽക്കലിയിലെ നിറം ഇളം മഞ്ഞയാണ്. ഒന്നിരുന്നാൽ പഠിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 6ാമത്തെ ചോദ്യത്തെ എത്തി കേട്ടോ. ഓക്കെ, നോക്കുക. അണക്കെട്ടുകൾ പണിയുമ്പോൾ, അതായത് ഡാം അത് പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കാനുള്ള കാരണം എന്താണ്? ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അണക്കെട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരുപാട് വെള്ളം കൊള്ളുന്ന, ഒരുപാട് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഡാം. ഈ ഡാമിൻ്റെ അടിവശത്തേക്ക് പോകുന്തോറും നമുക്കറിയാം, അടിയിലേക്ക് പോകുന്തോറും വെള്ളത്തിൻ്റെ അവിടെ എന്താണ് കൂടുന്നത്? മർദ്ദം കൂടുകയാണ് ചെയ്യുക. ആഴം അടിയിലേക്ക് പോകുന്തോറും മർദ്ദം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ദ്രാവക മർദ്ദം കൂടുന്നത് നേരിടാൻ വേണ്ടിയിട്ടാണ് അടിവശം വിസ്താരം കൂട്ടി ഡാം നിർമ്മിക്കാൻ കാരണം. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നുണ്ട്. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും തകരാറാവാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നത് എന്താണ്? ഏതാണ്? ഓപ്ഷൻ ഡി സേഫ്റ്റി ഫ്യൂസ് ആണ്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ്. എല്ലാം നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും മറ്റു വൈദ്യുത ഉപകരണങ്ങളും തകരാറാവാതിരിക്കാൻ മുൻകരുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സേഫ്റ്റി ഫ്യൂസ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, എനിക്കറിയില്ല ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, പഠിക്കാനുള്ളവർക്ക് എന്തും തരണം ചെയ്ത് പഠിക്കാം അല്ലേ. 8ാമത്തെ ചോദ്യം ഇവിടെ കാണാം. ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ചോദ്യം വായിക്കുകയാണ്. ചെറിയ അക്ഷരങ്ങൾ, വസ്തുക്കൾ എന്നിവയെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഓക്കെ, വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ചെറിയ അക്ഷരമൊക്കെ വലുതായി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 8ാമത്തെ ചോദ്യമായിരുന്നേ. ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് പഠിച്ചിട്ട് പോവാം. ദീർഘദൃഷ്ടി എന്നറിയാമല്ലോ, അതായത് ദൂരെയുള്ളത് കാണുന്ന അവസ്ഥ. ഓക്കെ, ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതിന് നമ്മൾ വേറൊരു വാക്ക് പറയാറുണ്ട്, അതും പഠിച്ചു വെക്കണം. പ്രസ്ബയോപ്പിയ. ഓക്കെ, പ്രസ്ബയോപ്പിയ പരിഹരിക്കാൻ അതിന് പറയുന്ന വേറൊരു പേരല്ല,
പ്രസ്ബയോപ്പിയ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസും കോൺവെക്സ് ലെൻസാണ്. അതിൻ്റെ മറ്റൊരു പേര് പഠിച്ചു വെക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രായമാകുമ്പോൾ ഒക്കെ വരുന്നതാണ്, വെള്ളെഴുത്ത് എന്ന് പറയും. അതിൻ്റെ പേരാണ് കേട്ടോ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, കോൺകേവ് ലെൻസ് ആണെങ്കിലോ നമ്മൾ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ അല്ലേ. മറ്റേത് പ്രസ്ബയോപ്പിയ ആണെങ്കിൽ ഇവിടെ മയോപ്പിയ എന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കാം, കോൺകേവ് ലെൻസ്. ഇനി കോൺവെക്സ് ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് മൈക്രോസ്കോപ്പ്, നമ്മുടെ ടെലിസ്കോപ്പ് ഇതിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് ആണെങ്കിൽ ഈ വാതിലിലൊക്കെ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ കോൺകേവ് ലെൻസാണ് കേട്ടോ. നമ്മുടെ ആൻസർ കോൺവെക്സ് ആയിരുന്നു, കൺഫ്യൂഷൻ ആവേണ്ട. ചെറിയത് വലുതായി കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 9ാമത്തെ ചോദ്യം, ദൂരം അളക്കാനുള്ള ഏകകങ്ങൾ ഏതെല്ലാം? ദൂരം, പ്രകാശവർഷം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നാം. ആണോ? തെറ്റാണോ? അല്ല, ശരിയാണ് അല്ലേ. പ്രകാശവർഷം ദൂരം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏകകമാണ്. ഇതിൻ്റെ ഒരു ചെറിയ നോട്ട് ഞാൻ അപ്പുറത്ത് കാണിക്കാം. പാർസക്കോ, അതും അതിനുള്ള ഏകകമാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റും ഈ ദൂരം അളക്കാനുള്ള ഒരു ഏകകമാണ്. പാസ്കലോ? പാസ്കൽ അതിനുള്ളതാണോ? അല്ല, പാസ്കൽ നമുക്കറിയാം പ്രഷർ അഥവാ മർദ്ദത്തിൻ്റെയാണ് പാസ്കൽ എന്നുള്ള യൂണിറ്റ്. സോ 4ാമത്തത് ഇതിൽ പെടുന്നതല്ല. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അതിൻ്റെ ഒരു നോട്ട് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതാ എന്തൊക്കെയാണ്? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം ആണ് പ്രകാശവർഷം എന്ന് അറിയപ്പെടുന്നത്. പ്രകാശം ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്ററാണ് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്? പഠിച്ചു വയ്ക്കാം. 3 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം ആണ് കേട്ടോ. അത് പഠിച്ചു വെക്കണേ. പിന്നെ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പാർസക് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. ഒരു പാർസക് എന്നത് എത്ര പ്രകാശവർഷമാണ്? 3.26 പ്രകാശവർഷം. അടുത്തത്, ഭൂമിയിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക് നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ്. ഭൂമിയിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കൊക്കെയുള്ള ദൂരം അളക്കുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതാണെങ്കിൽ അത് പ്രകാശവർഷം. ഓക്കെ ആണോ? അത് 1-2 തവണ ഒന്ന് പഠിച്ചു വെക്കണം, ഇല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ നോട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തത്. ഓക്കെ, 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ്? മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ്? ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കുട്ടികളെയൊക്കെ അവർക്കൊക്കെ ഒരു ത്വര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് പ്രവർത്തനങ്ങളായിരുന്നു. ഇതൊക്കെ ചെയ്യാൻ കൊടുത്ത് അവർ പിന്നെ ഭയങ്കര ചെയ്യലായിരിക്കും അല്ലേ. 10ാമത്തത് ഓപ്ഷൻ എ, സ്ഥിത വൈദ്യുത ബലം. എന്താണ് സ്ഥിത വൈദ്യുത ബലം? അടുത്തത്, ഘർഷണബലവും ന്യൂക്ലിയർ ബലവും ഗുരുത്വാകർഷണമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, 11ാമത്തെ ചോദ്യം, കോശങ്ങളിലെ ഊർജ നിർമ്മാണം, സംഭരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന ഏത് കോശാംഗമാണ് കോശത്തിലെ ഊർജ നിലയം എന്ന് അറിയപ്പെടുന്നത്? കോശത്തിലെ ഊർജ നിലയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. ഏതാണ്? ഓപ്ഷൻ ഡി, മൈറ്റോകോൺഡ്രിയോൺ ആണ് നമ്മുടെ പവർ ഹൗസ് അല്ലെങ്കിൽ കോശനിലയം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സുകളാണ്, ട്രാഫിക് പോലീസ്. ഓക്കെ, അടുത്തത്, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നൊക്കെ പറയുന്ന റെറ്റിക്കുലമാണ് കോശാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നത്. ചെറിയ ചെറിയ പോയിൻറ്റ്സേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ നമുക്കൊരു ക്ലാസ് തന്നെ വേണ്ടി വരും. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോശദ്രവ്യമാണ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മർമ്മം ഒഴികെയുള്ള ബാക്കി ഭാഗത്തിനെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം,
വിത്ത് കോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? അതിൻ്റെ ഓപ്ഷൻസ് ബാക്കി ഇവിടെ കാണുന്നില്ല അല്ലേ, സോറിയേ, ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. ഈ നോട്ട് ഇവിടെ കൊടുത്തിട്ടും അത് പോയതാണ്. വിത്ത് കോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗം ഏത്? ഓപ്ഷൻ എ മജ്ജ, ബാക്കി ഇവിടെയാണ് ഉള്ളത്. ഓപ്ഷൻ എ മജ്ജ, ബി കരൾ, സി ഹൃദയം, ഡി കൈകാലുകൾ. ഓപ്ഷൻ എ തന്നെയായിരുന്നു, ഓപ്ഷൻ എ മജ്ജയായിരുന്നു ശരിയായ ഉത്തരം കേട്ടോ, വിത്ത് കോശങ്ങൾ കാണപ്പെടുന്നത്. 13ാമത്തെ ചോദ്യം, കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏതാണ്? ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂഷൻ വരുന്നതുമാണ്, എന്നാൽ പഠിക്കേണ്ടതുമാണ് കേട്ടോ. കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏതാണ്? 13 ഓപ്ഷൻ സി ആണ്, നാരുകലയാണ് ശരിയായ ഉത്തരം. ഓക്കെ, കണ്ണിനെ വൃക്കനെയൊക്കെ ഇങ്ങനെ കുറേ നാരുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കെട്ടി വലിച്ചു വെച്ചതായിട്ട് ആലോചിച്ച് വെച്ചാൽ മതി, നാരുകല. അടുത്തത് 14, കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ശബ്ദ തരംഗങ്ങൾ. ഓപ്ഷൻ ബി അൾട്രാസോണിക് തരംഗങ്ങളാണ് ശരിയായ ഉത്തരം. അൾട്രാസോണിക് തരംഗങ്ങളാണ് നമ്മുടെ കീടങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. എന്താണ് സൂപ്പർസോണിക് തരംഗങ്ങളും സബ്സോണിക് തരംഗങ്ങളും? ഞാൻ ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം കേട്ടോ. ശബ്ദത്തിൻ്റെ കുറഞ്ഞ വേഗത്തെ സൂചിപ്പിക്കുന്ന പദം ആണ് സബ്സോണിക്. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്ന പദമാണ് സൂപ്പർസോണിക്. ഓക്കെ, പിന്നെ ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയാണ് വേഗത്തെ സൂചിപ്പിക്കുന്നതെങ്കിൽ ഹൈപ്പർസോണിക് ആണ് ശരിയായ ഉത്തരം. അപ്പോൾ സബ്സോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് ആണ്. ഓക്കെ, നമുക്കിനി ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് പോകാമല്ലോ. അൾട്രാസോണിക് സൗണ്ടും ഇൻഫ്രാസോണിക്കും അല്ലേ, ഓപ്ഷൻസിലുണ്ടായിരുന്നു അത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശബ്ദപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത്, സോറി പെന്ന് പോയി, പെന്ന് വരുന്നില്ല, 20 ഹെഡ്സിൻ്റെയും 20 കിലോ ഹെഡ്സിൻ്റെ ഇടയിലാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. അപ്പം 20 ഹെഡ്സിൽ താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക് ആണ് അല്ലേ, പിന്നെ 20 കിലോ ഹെഡ്സിന് മുകളിലാണെങ്കിൽ അൾട്രയാണ് അല്ലേ. ഓക്കെ, പിന്നെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗമാണ് ഇൻഫ്രാസോണിക്. അൾട്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വവ്വാലിൻ്റെയൊക്കെ കേസ് നമ്മളതാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ സോണാർ കേട്ടിട്ടുണ്ടല്ലോ, സോണാർ. സോണാറിൻ്റെ ഫുൾ ഫോം എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് സോണാർ എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ആണ്. പിന്നെ എക്കോ കാർഡിയോഗ്രാഫി, അൾട്രാസോണോഗ്രാഫി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? 15ാമത്തെ ചോദ്യം, സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഈ ഒരു ഭാഗവും ചിലർക്ക് കൺഫ്യൂഷനാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട. പട്ടുനൂൽ പുഴു എന്ന് കേൾക്കുമ്പം തന്നെ നമുക്കറിയാം സാരി എന്ന് ആലോചിച്ചാൽ മതി അല്ലേ, പട്ട് സാരി. അപ്പം സെറി കൾച്ചർ എന്ന് കിട്ടും അല്ലേ, പട്ട് സാരി എന്ന് ഓർക്കുമ്പോൾ സെറി കൾച്ചർ കിട്ടും. ബാക്കി എന്താണ് എന്നൊന്ന് പഠിച്ചിട്ട് പോവാം. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പഴം, പച്ചക്കറി, മത്സ്യം, പിന്നെ പൂന്തോട്ടം, അങ്ങനെയുള്ള എല്ലാം വരുന്നതാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഒളേറി കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി കേട്ടോ. ഒളേറി കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിയാണ്. സിൽവി കൾച്ചർ കേട്ടിട്ടുണ്ടോ? വനം വെച്ച് പിടിപ്പിക്കുന്ന ഈ വനകൃഷിയാണ് സിൽവി കൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 16, എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക? സിമ്പിളായിരുന്നു അല്ലേ ചോദ്യം. ഓപ്ഷൻ സി മാവാണ് ശരിയായ ഉത്തരം, മാവ്. 17ാമത്തെ ചോദ്യം, ഏത് കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രശസ്ത പരിസ്ഥിതി ഗ്രന്ഥമായ സൈലന്റ് സ്പ്രിംഗ് പ്രതിപാദിക്കുന്നത്? എന്തായിരുന്നു ചോദ്യം? ഏത് കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നം, ഏതൊരു കീടനാശിനീനെ ഈ ഒരു നമ്മുടെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സൈലന്റ് സ്പ്രിംഗ് ആരുടേതായിരുന്നു? അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. റേച്ചൽ കാഴ്സൻ്റെ ആണ് സൈലന്റ് സ്പ്രിംഗ്.
അതിൽ ഏതാണ് പരാമർശിക്കപ്പെടുന്നത്? ഓപ്ഷൻ ഡി DDT ആണ്. ഇത് പല സ്ഥലത്തും ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ഏത്? മണ്ണ്. ഓപ്ഷൻ എ വിരശല്യം ഉണ്ട്. ഓപ്ഷൻ എ എന്നല്ല, ഒന്നാമത്തേത് വിരശല്യം മണ്ണിലൂടെയാണ്. പിന്നെയോ രണ്ടാമത്തെ ടെറ്റനസും മണ്ണിലൂടെയാണ്. സോ 1ഉം 2ഉം ആണ് അതിലൂടെ വരുന്നത്. അപ്പം നമ്മുടെ ഏത് വരും? ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ് എന്നുള്ളത് വരും. ഓക്കെ, ക്ഷയവും ടൈഫോയിഡൊക്കെ എന്ത് രോഗമാണ്? നമ്മൾ ഏത് സെക്ഷനിൽ പഠിച്ചവരാണ് അതൊക്കെ? ബാക്ടീരിയ രോഗങ്ങളാണ് അല്ലേ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രോഗങ്ങളുടെ രാജാവാണ് ക്ഷയം. പിന്നെയോ നമ്മളെ കുടലിനെയൊക്കെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, 19ാമത്തെ ചോദ്യം നമ്മൾ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു. അപ്പോൾ ധാതുക്കളും വിറ്റാമിനുകളും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ജലം നിലനിർത്താൻ സഹായിക്കുന്നത് ഏതാണ്? അതെ, 19 ഓപ്ഷൻ ബി സോഡിയമാണ് ശരീരത്തിൽ ജലം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത്. ധാതു. ഈ സോഡിയം കുറഞ്ഞു പോകുക എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ പലർക്കും വരുന്നൊരു കാര്യമാണ് അല്ലേ. ഓക്കെ, അതൊക്കെ വളരെ മാരകമായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ സോഡിയം കുറഞ്ഞു പോവുക എന്നൊക്കെ പറയുന്നത്. കാൽസ്യത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാലോ. കാൽസ്യം നമ്മുടെ എല്ല്, അതേപോലെ തന്നെ പല്ല്, ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് കാൽസ്യമാണ്. അയഡിൻ ആണെങ്കിലോ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ അയഡിനാണ്. അയഡിൻ ഉപ്പ് എന്നൊക്കെ കേട്ടില്ലേ. ഇരുമ്പാണെങ്കിലോ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഇരുമ്പാണ്. ഓക്കെ, 20ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വൃക്കയ്ക്ക് തകരാറ് സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി. പ്രതിമാസം ധനസഹായം. ഓപ്ഷൻ എ ആണ് സമാശ്വാസം 1 കേട്ടോ, പഠിച്ചു വെക്കണേ. സമാശ്വാസം 1 പദ്ധതിയാണ് ശരിയായ ഉത്തരം. ഓക്കെ ആണോ? അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ആൻസേഴ്സും കൂടാതെ തന്നെ നമുക്ക് പറയാൻ പറ്റാവുന്ന പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തു പോകുന്നത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇനി വേറെ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയിൽ വരട്ടെ. അപ്പോൾ പഠിച്ചു പോകാം. ഇനി നമുക്ക് കുറച്ചും കൂടി കോഡുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം ക്വസ്റ്റ്യനും ആൻസറും പറയേണ്ടതുകൊണ്ടാണ് വേഗം പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം തന്നെ സമയം കുറേ പോയി. ഇതിൽ 20ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വളരെ ഉപകാരമായിരിക്കും. താങ്ക് യു.